കഴിഞ്ഞവര് പിന്നെ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കേയില്ല. ചൂതാട്ടം കളിക്കണത് സത്യ എവിടെയുടെ ചോറും കറിയൊക്കെ സത്യ എന്താ ഇത് ഇങ്ങനെ നടക്കണേ? കഴിക്കണ്ടേ വല്ലതും? ആ കഴിക്കണോ? എണീക്കെങ്കി നീ നീ കഴിക്കണ്ട, നീ കഴിക്കണ്ട. നീ കഴിച്ചാ ഓഫ്. എന്താ എന്ത് അവസ്ഥ? ഒന്ന് നോക്കി നിങ്ങള്. എന്താ ഞാനും ചോദിക്കണത്. 1 2 3 അവളുടെ ആര്? എന്റെ ഭാര്യ. അതിന് നീ കെട്ടിയില്ലല്ലോ. ഈ അവസ്ഥയില് 1 അല്ല 2 കെട്ടിന്നും തോന്നും. ഞാൻ പോയി നോക്കിട്ട് വരാടി. എന്ത് നോക്കണേ? എന്താ നോക്കണേ? അവളിക്ക് നോക്കാൻ പോണത്. ഇപ്പൊ മനുഷ്യൻ ഓണക്കളി മാറ്റി ചവിട്ടുനാടകാക്കിയ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടത്. എന്താ കാട്ടുന്നത്? ഇഞ്ചി 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 അണ്ണാക്കിലാ പോവാ. ചാടി മറിഞ്ഞല്ലോ അവിടെ കിടന്ന് ചാടി മറിഞ്ഞല്ലോ. അമ്മാവന്റെ രാവിലെ വന്നല്ല. സുഖതേട്ടാ എടി ഒരു സാധനം വെച്ചിട്ടില്ലടി ഇവര്. ഇത്രയും സമയായിട്ടോ? വേണ്ട വേണ്ട പറഞ്ഞതാണ്. സത്യ എടി ഇവരൊന്നും ഉണ്ടാക്കിയിട്ടില്ലടി. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സത്യമാവണം? ഓണല്ലേ അറിയാൻ പറഞ്ഞു. അതെ കെട്ടിയമ്മ ഓൺലൈനിലേ ഞങ്ങള് ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഒരു ഫുഡ് ഇവിടെ ഇപ്പൊ എത്തും. ഉണ്ണിമാവും കൊണ്ടുവരും. വരോ? ഉണ്ണിമാവും ഉറപ്പ് ഉറപ്പ്. ഫുഡ് ഇപ്പൊ ഉറപ്പാണ്. കേട്ടോളി. അമ്മായിയേ ക്ഷമിക്കാവായി പറ്റിപ്പോയത്. അമ്മായിയേ അമ്മായി ഇല മുറിച്ചോളെ എടുത്തപ്പോഴാ നിങ്ങള് വെള്ളം മുറിച്ചോളെ കേട്ടോളെ. ഇപ്പൊ വരും ഫുഡ്. ഇപ്പൊ നല്ലൊരു ഓണമായിട്ട് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായി സുഖതേട്ടാ. നിനക്ക് പോയിക്കോടാ. എന്തിനാ കടക്കുന്നത്? നമുക്ക് ഭക്ഷണം വരാൻ ഇപ്പൊ വരുവേ. അതെ ഉണ്ണിയെ കണ്ടാലറിയാം ഓണത്തിന്റെ പഞ്ഞ. അമ്മായിയേ പറവണേന്തോ മൂകി വലത് ചിന്തയിൽ മുഴുകി. ഇവിടെ തീരുകയും ചെയ്തു. ഏത് ഗുഡാസിലാണ് അതാ സ്റ്റേഷൻ തീർന്നു. നമ്പർ വിളിച്ചാൽ കിട്ടിയാൽ മതി. ഈ കൊല്ലത്തെ മാവാലി തമ്പുരാ കേൾക്കാണ്ട് വണ്ടിയില് തമ്പുരാനെ തമ്പുരാനെ എല്ലാ കൊല്ലും പേരുടെ തമ്പുരാനെ. ഹലോ ഉണ്ണി എന്ന് പറഞ്ഞ ആളല്ലേ? അതെന്തേ
അത് ശരി. ഹലോ, എന്തിനാ ഓണായെന്ന് വിളിച്ചു കൊടുക്കുന്നത്? പട്ടി കളക്കഴുതേ. ഹലോ ആയി. ഹലോ ചങ്ങായി, നിങ്ങള് ഫുഡിന് ഓർഡർ ചെയ്തിരിക്കാനോ? ആ ചെയ്തിനോ? ആ എടാ എന്നാ പിന്നെ കറണ്ട് ലൊക്കേഷനിലേ കൊടുക്കേണ്ടി മോനെ. ആ കറണ്ട് ലൊക്കേഷൻ കൊടുത്താൽ നിങ്ങൾ ഏടുന്നാണോ ഓർഡർ ചെയ്ത് ആടത്തേക്ക് ഫുഡ് എത്തും. വരും. ഇത് നിങ്ങൾ ലൈവ് ലൊക്കേഷനിലേ കൊടുത്തേ. അതെ. ഇത് നിങ്ങൾ പോന്ന ബൈക്കൂടില്ല ഞാനും വരൂല്ലേ. എടി ഇങ്ങോട്ട് വെക്കടോ. കേടല്ലാടോ ഞാൻ പോയ നിങ്ങളെ നോക്കിയിട്ട്. ഇവിടെ 12:30 മണിക്ക് ഇറങ്ങിയ ഹോട്ടലിൽ നിന്ന് അറിയോ? ഇപ്പൊ 6 മണിയായി. ഇവിടെ ബീവറേജിൽ പോയി ഞാൻ പോയില്ലേ? ബീവറേജ് ചെന്ന് നോക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ലൊക്കേഷൻ പിന്നെയും മൂവ് ചെയ്ത് പയ്യനെ ഞാനും വിട്ട് പിന്നെ പോയത്. ചെന്ന് നോക്കുമ്പോ ഇതാ ഒരു പുരയിലെത്തി. സമാധാനമായാലും വെച്ചി. ആടെ ചെന്ന് നോക്കുമ്പോ പേര് ചോദിച്ചു ഇങ്ങളെ ഉണ്ണീന്റെ പേര് ചോദിച്ചു. ഒരു പെണ്ണുങ്ങളുടെ ആടാ ഏതോ രമ്യന്റെ പോരാ. ഉണ്ണീന്റെ പേര് ചോദിക്കുമ്പോഴേ കോലിക്കാകെ ഒരു പേടി വെപ്രാളം കണ്ട പോലെ ആത്തുകാരി ബാലടക്ക എല്ലടും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫോൺ നോക്കി, ലൊക്കേഷൻ പിന്നെയും മൂവ് ചെയ്യുന്നു. ഞാൻ പിന്നെ പോയല്ലോ. പോയി. അതല്ലേ ഞാൻ പറഞ്ഞ കറണ്ട് ലൊക്കേഷൻ കൊടുക്കണ്ടേ. പിന്നെ നെറ്റ് കട്ടായി പോയി. ഞാൻ എത്ര നേരായി ഓടുന്നു. എടാ ഈന്റെ ഗണ്ണ കത്തിച്ച പൈസ ആര് തരുവടോ? അത് ഈന്റെ തേയ്മാനത്തിന്റെ പൈസ അത് ആര് തരൂ? എടാ ഞാൻ ഇന്ന് ഓണായിട്ട് എന്റെ പിള്ളേരുടെ ഒപ്പം ഒരു ചോറും നിനക്ക് പറ്റിക്കില്ല അറിയോ? 6 മണിയായിപ്പോ ഒരു ഓലക്കാമില മനച്ചത്. എടാ അറിഞ്ഞൂടെ പിന്നെ ഇതെല്ലാം ചെയ്യാൻ നിക്കണോ? ഞാനിപ്പോ ചോറ് കൊണ്ടുവന്നിട്ട് ഇതേടിയാ കൊടുക്കണ്ടേ? ഏടി ഞങ്ങളെ പോരാ. ചോറ് പറ. എടാ ഞാൻ ഇത് പൊരയിലെത്തി കേടിയാന്ന് പറ. ഞാനിപ്പോ അന്വേഷിക്കും. ഞാൻ എന്നെ നീ എങ്ങനെ കൊണ്ടാക്കാ പോരേല്? ഉച്ച മുതൽ നടക്കുന്നു എന്തെങ്കിലും പിടിച്ചു വലിക്കുന്നത് കാരണം പറയിപ്പിക്കുന്നു. കുത്തി പരിധിയുണ്ട്. എന്റെ മുണ്ടൊന്ന് വിടാൻ പറടാ. മുണ്ട് വിടാൻ പറടാ. മുണ്ട് വിട്. നീ ചോറ് തിന്നോ മറിക്കോ എന്ത് മണ്ണാങ്കാട്ടമാണോ ചെയ്തോ? എടാ ഇതും കൊണ്ട് ഞാനിപ്പോ അങ്ങ് പോയി കഴിഞ്ഞാൽ ഓല എന്നെ വെച്ച് വെക്കും. അതുകൊണ്ട് ഇവിടുന്ന് തിന്നോ എന്താ ചെയ്തോ? ഇതാണ് ഇത്. എങ്ങനെയാ മോനെ ഇതെല്ലാം? നമ്മളെ കമ്പനി തന്നെ അല്ലേ? കമ്പനി എന്നെ ചീത്ത പറയുന്നത് മുട്ടക്കാൻ. പച്ചക്ക് കുടിച്ചിട്ട് പള്ളനായി സമയം വരെ എന്നെ കൊണ്ട് ഓടിക്കുകയും ചെയ്തിട്ട്. ഓണം കാണാൻ വിറ്റും ഓണം ഉണ്ണണം. കാണാൻ വിറ്റും ഓണം. പോലും പറയാതെ പോയൊരൻ ഓണക്കിനാവുകളെ ഓണക്കിനാവുകളെ ഒരു വാക്കു പോലും പറയാതെ പോയൊരൻ ഓണക്കിനാവുകളെ ഓണക്കിനാവുകളെ ഇനിയെന്നു കാണും നാമെന്നറിയാതെ ഏകനായി നിൽക്കുന്നു ഞാൻ. ഇവിടെ മൂകനായി നിൽക്കുന്നു ഞാൻ. ഒരു വാക്കു പോലും പറയാതെ പോയൊരൻ ഓണക്കിനാവു